വരുന്ന കേന്ദ്ര ബജറ്റിൽ ഉറ്റുനോക്കുകയാണ് രാജ്യം. എന്തൊക്കെ ഇളവുകളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നാണ് നോട്ടം. ആദായ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് 2 മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു. വില കുറയുന്നവ, കൂടുന്നവ, ആദായ നികുതി ആനുകൂല്യങ്ങൾ, വരുമാന വർധനയ്ക്കുള്ള പദ്ധതികൾ, വൻകിട പ്രൊജക്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബജറ്റിൽ ശ്രദ്ധേയ വിഷയങ്ങളാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ പര്യാപ്തമായ നിർദ്ദേശങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. GST നിരക്കിൽ മാറ്റം വരുത്തുമോ എന്നതും പ്രധാനമാണ്. വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഫെബ്രുവരി 1-നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുക. ആദായ നികുതിയിൽ 2 റെജിമുകളാണുള്ളത്, പഴയതും പുതിയതും. പുതിയ റെജിമിലേക്ക് എല്ലാവരും മാറണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം. ഇതിനുവേണ്ടി ചില ഇളവുകൾ പുതിയ റെജിമിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം. ഈ പ്രഖ്യാപനം വന്നാൽ മധ്യവർഗത്തിൽപ്പെട്ട മിക്കവരും നികുതി ഒടുക്കേണ്ടി വരില്ല. പ്രതിമാസം 80,000 വരെ ശമ്പളം പറ്റുന്നവർ ഈ പരിധിയിലാകും ഉണ്ടാവുക. അതേസമയം 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 25% നികുതി എന്ന പുതിയ സ്ലാബ് കൊണ്ടുവന്നേക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. നിലവിൽ പുതിയ ടാക്സ് റെജിമിൽ 7.75 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒടുക്കേണ്ടതില്ല. 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്താണിത്. 15 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് ഏറ്റവും ഉയർന്ന നികുതി സ്ലാബായ 30% ഒടുക്കേണ്ടത്. 2 നിർദ്ദേശങ്ങളിലും സർക്കാർ അന്തിമ തീരുമാനം എടുത്ത ശേഷമാകും ബജറ്റ് അവതരണത്തിൽ ഉൾപ്പെടുത്തുക. 10 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന ആശ്വാസത്തിനു പുറമെ ഉയർന്ന നികുതി നിരക്ക് 25% കുറയുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ആദായ നികുതിയിൽ ഇളവ് നൽകുന്നതിലൂടെ സർക്കാരിന് 1 ലക്ഷം കോടി രൂപയുടെ വരുമാനം നഷ്ടമുണ്ടായേക്കും. വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ബജറ്റിൽ നിർണായക പ്രഖ്യാപനം സ്വർണ്ണ ഇറക്കുമതിക്കുള്ള നികുതി വൻതോതിൽ വെട്ടിക്കുറച്ചതായിരുന്നു. 15% സ്വർണ്ണ ഇറക്കുമതിക്കുള്ള നികുതി. ഇത് 6% കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇതോടെ സ്വർണത്തിന് വൻതോതിൽ വില കുറയുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ആഗോള വിപണിയിൽ വില കൂടുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്തതോടെ നേട്ടം ഉപഭോക്താക്കൾക്ക് കിട്ടിയില്ല. ഇത്തവണ സ്വർണ്ണ ഇറക്കുമതി നികുതി കൂട്ടിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലും ഉണ്ടായപ്പോൾ കേരളത്തിൽ വില പുതിയ റെക്കോർഡുകൾ താണ്ടി. പവന് ഒറ്റയടിക്ക് 6,000 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവന്റെ വില 60,200 രൂപയിലേക്ക് എത്തി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില 60,000 കടക്കുന്നത്. ഇറക്കുമതി നിയന്ത്രിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനും സർക്കാർ സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്.